അലീനയെ വേദനിപ്പിച്ച നമ്മുടെ പാചകക്കാരനെ പൊളിച്ച് ഔതക്കുട്ടി ചായൻ. അങ്ങനെ നമ്മുടെ ഔതക്കുട്ടിയാണെങ്കിൽ നമ്മുടെ അലീനയെ അംഗീകരിക്കുകയാണ്. കണ്ട മാത്രയിൽ തന്നെ അലീനയെ ഇത് ഇഷ്ടപ്പെടുകയാണ് എന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. അലീനയോടുള്ള എല്ലാ ദേഷ്യവും ഔതക്കുട്ടിയുടെ മനസ്സിൽ നിന്ന് പോകുന്നുണ്ട്. ഒരുപാട് സംശയങ്ങളൊക്കെ ആയിട്ടാണ് ഔതക്കുട്ടി വന്നതെങ്കിലും അലീനയെ കണ്ട ശേഷം ഔതക്കുട്ടിയുടെ എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം ലഭിക്കുന്നതോടുകൂടി തന്നെ ഔതക്കുട്ടിയുടെ ആ സ്വഭാവത്തിൽ മാറ്റം വരുന്നുണ്ട്. അതായത് സ്റ്റാലിയാണെങ്കിൽ അലീനയെക്കുറിച്ച് ഒരുപാട് വിവരിക്കുമ്പോൾ, അല്ല എവിടെ അവൾ, എനിക്കൊന്ന് കാണാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ് ഔതക്കുട്ടി. അങ്ങനെ ഔതക്കുട്ടിയെ കൂട്ടി അലീനയുടെ മുറിയിലെത്തുമ്പോൾ അലീനയെ കാണുന്നില്ല കേട്ടോ. അപ്പോഴാണെങ്കിൽ നമ്മുടെ ഔതക്കുട്ടി പറയുന്നുണ്ട്, പെണ്ണല്ലേ, അവൾ എവിടെയെങ്കിലും കറങ്ങി നടക്കുന്നുണ്ടാകുമെന്ന് പറയുന്നത് കാണാൻ സാധിക്കും. നീ അവൾക്ക് ഇത്ര സ്വാതന്ത്ര്യം കൊടുത്തിട്ടാണ് എന്ന് പറയുന്നു. തുടർന്ന് സ്റ്റാലിയാണെങ്കിൽ കാര്യസ്ഥനെ വിളിക്കുകയാണ്. അപ്പോൾ അലീനയാണെങ്കിൽ കാര്യസ്ഥൻ ഇവിടെ ഇല്ല, ആളും ഡ്രൈവർ ചേട്ടനും കൂടി പുറത്തേക്ക് പോയി എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അവിടേക്ക് കടന്നു ചെല്ലുകയാണ്. തുടർന്ന് അലീന പറയുന്നുണ്ട്, അതായത് എന്താ എന്നെ വിളിച്ചത് എന്ന് ചോദിക്കുന്നു. ഇതേ സമയം അപ്പച്ച ദാ വന്നിരിക്കുന്നു. അപ്പച്ചനെ മനസ്സ് വേദനിപ്പിച്ച, അപ്പന് ഇരിക്കിപ്പുറതി തരാത്ത ഞാൻ പറഞ്ഞ എൻ്റെ മകൾ അലീന എന്ന് പറയുന്നു. ഇതേ സമയം ഔതക്കുട്ടി തിരിഞ്ഞു നോക്കുന്നതും കണ്ണുമിഴിച്ച് അലീനയെ ഇങ്ങനെ നോക്കി നിൽക്കുന്നു. തുടർന്ന് ഇത് തന്നെയാണോ എന്ന് തലകൊണ്ട് ഒരു ആക്ഷൻ കാണിക്കുമ്പോൾ അതേ എന്ന് സ്റ്റാലിൻ പറയുകയാണ് എന്ന് കാണാൻ കഴിയുന്നുണ്ട്. തുടർന്ന് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔതക്കുട്ടിയാണെങ്കിൽ നമ്മുടെ അലീനയെ പരിചയപ്പെടുകയാണ്. അവർ രണ്ടുപേരും പരസ്പരം മനസ്സിലാക്കാൻ തുടങ്ങുകയാണ് എന്ന് കാണാം. അതായത് സ്റ്റാലി പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്, ഇതാരാണ്, നിൻ്റെ വല്യപ്പച്ചനാണ്, അതായത് തൻ്റെ അപ്പനാണെന്ന് സ്റ്റാലി അലീനയോട് പറയുകയാണ്. ഇതേ സമയം അലീന ഒന്ന് ഞെട്ടുന്നുണ്ടെങ്കിലും തുടർന്ന് അലീന പറയുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. അങ്ങനെ സ്റ്റാലി അവിടെ നിന്ന് പോകുമ്പോൾ വല്യപ്പച്ചൻ എന്നെ പമ്പ പോലെ ഓടിക്കാനായിട്ട് വന്നതാണല്ലേ എന്ന് ചോദിക്കുന്നു. തുടർന്ന് അലീന പറയുന്നുണ്ട്, എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവും, എല്ലാവരും എന്നെ അംഗീകരിക്കണമെന്നൊന്നുമില്ല. സത്യം പറഞ്ഞാൽ മുത്തശ്ശൻ എന്നെ ഓടിക്കാനാണ് വന്നതെന്ന് എനിക്കറിയാം. കൂടാതെ എല്ലാവർക്കും ഞാനൊരു ഭാരമായിട്ടായിരിക്കും തോന്നുക. ഭാരമാണെങ്കിൽ പറയണം, ഞാൻ പോയിക്കോളാമെന്ന് പറയുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. മോളെ, നിന്നെ ഓടിക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ വന്നത്. നീ പറഞ്ഞതും ഏതാണ്ട് 90 99% ശരിയാണ്. പക്ഷേ നിന്നെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് കാര്യം പിടികിട്ടി എന്ന് പറയുന്നു. നിന്നെ എന്തുകൊണ്ടാണ് അവൻ ഇവിടേക്ക് കൊണ്ടുവന്നത് എന്നും എനിക്ക് മനസ്സിലായി എന്ന് പറയുന്നു. ഇതേ സമയമാണെങ്കിൽ അലീന ചോദിക്കുകയാണ് എന്താണെന്ന്. അപ്പോഴാണെങ്കിൽ നിന്നെ കാണാൻ ചിന്നമ്മയെ കൊത്തി വെച്ച പോലെയുണ്ട് എന്ന് പറയുന്നു. ചിന്നമ്മ എന്ന് പറയുന്നത് എൻ്റെ ഭാര്യയാണെന്നും ഭാര്യ മരിച്ചു പോയെന്നും ഔതക്കുട്ടി അലീനയോട് പറയുകയാണ് എന്ന് കാണാൻ സാധിക്കുന്നു. തുടർന്നാണെങ്കിൽ നമ്മുടെ ഔതക്കുട്ടിയും അലീനയും സംസാരിക്കുന്നു, കളിക്കുന്നു, ചിരിക്കുന്നു. ഒടുവിൽ ചായ എടുക്കട്ടെ എന്ന് അലീന ചോദിക്കുമ്പോൾ വേണ്ട എന്ന് പറയുന്നു. അതായത് അവൻ എനിക്ക് വെള്ളം തന്നു എന്ന് പറയുമ്പോൾ, ഓ അപ്പോൾ വെള്ളമൊക്കെ കുടിച്ചു അല്ലേ എന്ന് ചോദിക്കുമ്പോൾ, എന്തായാലും ആവട്ടെ, നിൻ്റെ കയ്യിൽ നിന്ന് ഒരിത്തിരി വെള്ളം എനിക്ക് താ, ചായയോ കാപ്പിയോ നിനക്ക് ഇഷ്ടമുള്ളത് തന്നോ എന്ന് പറയാണ്. ഇതേ സമയം വല്യപ്പച്ചനെയും കൊണ്ട് അലീന
പോവുകയാണ് കേട്ടോ. അലീന ചെല്ലുന്ന ആ സമയമാണെങ്കിൽ നമ്മുടെ ആ ജോലിക്കാരൻ, അടുക്കളയിലെ ജോലിക്കാരൻ ജ്യേഷ്ഠൻ അവിടെ ഉണ്ടാകും. അങ്ങനെ അലീനയാണെങ്കിൽ ചായ വെച്ച് തരാം എന്ന് പറഞ്ഞ് ചായ വയ്ക്കാൻ തുടങ്ങുമ്പോൾ തടയുകയാണ് അദ്ദേഹം. എൻ്റെ അടുക്കളയിൽ വേറെ ആരും കയറുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്ന് പറയുന്നത് കാണാൻ സാധിക്കും. ഇതേ സമയമാണെങ്കിൽ നിൻ്റെ അടുക്കള എങ്ങനെയാവുന്നാടാ എരപ്പേ എന്ന് ചോദിച്ചുകൊണ്ട് തന്നെ മുത്തശ്ശൻ, അതായത് അവതക്കുട്ടി ദേഷ്യപ്പെടുകയാണ് എന്ന് കാണാം. എൻ്റെ മകൻ്റെ വീടായത്, എൻ്റെ മകൻ്റെ മകളാണ് ചായ വയ്ക്കാനായിട്ട് പോകുന്നത്. നീ അതിൽ കയ്യേറ്റം ചെയ്യാൻ നീ ആരാ എന്ന് ചോദിക്കുകയാണ്, പൊട്ടിത്തെറിക്കുകയാണ് എന്ന് കാണാം. എൻ്റെ മോളെ ആവശ്യമില്ലാതെ വല്ലതിനും നീ വിഷമിപ്പിച്ചാലുണ്ടല്ലോ, ഈ അവതക്കുട്ടി ആരാണെന്ന് ശരിക്കും നീ അറിയും എന്ന് പറയുന്നത് കാണാൻ സാധിക്കുന്നു. ഇതേ സമയം നമ്മുടെ കുക്കണെങ്കിൽ പറയുന്നുണ്ട്, എന്തെങ്കിലും ആവട്ടെ, ചായ വെച്ചാൽ പോരെ, വെച്ചോ, ഞാൻ മാറി തന്നേക്കാം എന്ന് പറയുന്നു. അതിനെന്തിനാ എന്നോട് ഇത്ര ദേഷ്യപ്പെടുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. നിൻ്റെ വീടും നിൻ്റെ അടുക്കളയും പോലെയാണല്ലോടാ നീ സംസാരിക്കുന്നത് എരപ്പേ എന്ന് ചോദിച്ചുകൊണ്ട് തന്നെ നമ്മുടെ അവതക്കുട്ടി ദേഷ്യപ്പെടുമ്പോൾ നമ്മുടെ അലീന സമാധാനിപ്പിക്കുകയാണ് എന്ന് കാണാൻ സാധിക്കും. തുടർന്ന് നമ്മുടെ അലീനയാണെങ്കിൽ നല്ല അത്യുഗ്രൻ ചായ അങ്ങോട്ട് വെക്കാൻ തുടങ്ങുകയാണ്. സാധനങ്ങളൊക്കെ തപ്പുമ്പോൾ, നീ എന്താടാ ഇങ്ങനെ നിൽക്കുന്നേ, എടുത്ത് കൊടുക്കടാ എന്ന് പറയുകയാണ് മുത്തശ്ശൻ. അപ്പോഴാണെങ്കിൽ നമ്മുടെ എടുക്കാൻ പോകുന്ന സമയം അലീന, അതൊന്നും വേണ്ട ചേട്ടാ, ഞാൻ എടുത്തോളാം എന്ന് പറയുന്നത് കാണാൻ സാധിക്കുന്നു. തുടർന്നാണെങ്കിൽ നമ്മുടെ അലീന ഒരു സൂപ്പർ ചായ തന്നെ വെച്ച് മുത്തശ്ശനെ കൊടുക്കുന്നുണ്ടെന്നും കാണാം. കൂടാതെ നമ്മുടെ അടുക്കളയിലെ ജ്യേഷ്ഠനും കൊടുക്കുമ്പോൾ ആൾ എനിക്ക് വേണ്ടായേ എന്ന് പറയുമ്പോൾ, മുതലാളിയുടെ മോള് ചായ എന്നാൽ മേടിച്ച് കുടിക്കണമെന്ന് നിനക്കറിയില്ലടാ എന്ന് ചോദിച്ചുകൊണ്ട് തന്നെ മുത്തശ്ശൻ വീണ്ടും പൊട്ടിത്തെറിക്കുന്നു. തുടർന്ന് ജോലിക്കാരൻ വേഗം ചായ മേടിക്കുന്നു. മുത്തശ്ശൻ അടിപൊളി ചായയാണെന്ന് പറയുന്നു. നീ എന്താടാ ചായ കുടിക്കാത്തത്, ചായ കുടിച്ചിട്ട് മറുപടി പറയടാ എന്ന് പറയുമ്പോൾ, കൊള്ളാമെന്ന് പറയുന്നു കേട്ടോ. അത് നമ്മുടെ വല്യപ്പച്ചന് അത്ര പിടിക്കുന്നില്ല. നല്ലത് കുടിച്ചിട്ട് കൊള്ളാമെന്നോ, സത്യമായി പറഞ്ഞാൽ എന്താടാ കുഴപ്പമെന്ന് പറഞ്ഞ് വീണ്ടും ദേഷ്യപ്പെടാണ്. അപ്പോൾ സൂപ്പറാണെന്ന് പറയുന്നു. തുടർന്ന് അലീനയും നമ്മുടെ വല്യപ്പച്ചനും ഇങ്ങനെ നിൽക്കുമ്പോൾ വല്യപ്പച്ചൻ പറയുന്നുണ്ട്, എൻ്റെ കൊച്ചിനെ വേദനിപ്പിച്ചാൽ നിന്നെയൊക്കെ ഞാൻ ഇനിയുണ്ടല്ലോ പൊരിക്കുമെന്ന് പറയുന്നതും കാണാട്ടോ. അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ്